ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് തിരുത്ത് എന്ന സിനിമയുടെ ക്രൂ മെമ്പേഴ്സാണ്, കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ തിരുത്തുന്ന എന്ന സിനിമ March 21 റിലീസിന് ഒരുക്കുകയാണ്. അപ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാമോ? തിരുത്ത് എന്ന സിനിമ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പടിയൂർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള അവിടെയുള്ള എല്ലാ കലാകാരന്മാരെയും കൂട്ടി യോജിപ്പിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു കലാമൂല്യം കഥ കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാർ വന്നു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്ത് അവതരിപ്പിച്ചെടുത്തേക്കുന്ന സിനിമ. അപ്പോൾ അലൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഞാൻ ജോഷേട്ടൻ്റെ മോനായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് മെയിൻ കഥാപാത്രമായിട്ട് ഉള്ള ഒരാളെ കുട്ടിക്കാലമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ ഇപ്പോൾ ഡയറക്ഷനിലാണെങ്കിലും കാസ്റ്റ് ഒക്കെ ചെയ്യണമല്ലോ. കഥയും സാറന്നല്ലേ എഴുതിയത്? അപ്പോൾ കാസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്? കാസ്റ്റ് ചെയ്തെന്ന് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഈ നാട്ടിൽ കൂടെ നമ്മൾ ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണല്ലോ സാധാരണ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അവിടെയുള്ള അത്യാവശ്യം കലാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെയൊക്കെ അറിയാം, നമുക്ക് ആദ്യം അറിയാം. പിന്നെ അതുപോലെ തന്നെ ഞാനവിടെ ഒരു 10-15 വർഷമായിട്ടൊരു ചെറിയൊരു കരാട്ടെ സ്കൂളാണ്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് കലാകാരന്മാരാണ് കൂടുതലായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ ഓരോരുത്തരെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവരിലൊക്കെയുള്ള ഓരോ കഴിവുകൾ, അവർ അത്ഭുതകരമായ കഴിവുകളുള്ള ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുമ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തും. കരാട്ടെ സ്കൂളിൻ്റെ സാധനം കരാട്ടേൻ്റെ അല്ല, കലാപരമായ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് പല കുട്ടികളിലും കഴിവ് കാണുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെയും പറയുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു വാക്ക്, എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ വരുന്ന അന്ന് ഞാൻ ഈ കരാട്ടെ ക്ലാസ് നിർത്തുന്നതാണ്. 15 വർഷമായിട്ട് എനിക്ക് നിർത്തേണ്ടി വന്നിട്ടില്ല. അതാണ്, അത്രയും മാത്രം കഴിവുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വെൽ നോൺ ആയ ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കണം എന്നൊക്കെ അറിയില്ലേ? അതിൽ നിന്ന് വ്യത്യാസമായിട്ട് സ്വന്തം നാട്ടിലത്തെ ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കലായൊരു ധൈര്യം എങ്ങനെ? നാട്ടുകാരൊന്നും ഒരു ധൈര്യം, നാട്ടുകാർ ഈ ഒരു കഥ ഞാൻ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലൊരു കഥ ഇങ്ങനെ പറഞ്ഞപ്പം അത് ഇച്ചിരി വൈഡായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കുറച്ച് വൈഡായിട്ട് നമുക്കൊരു സിനിമ പോലെ ചെയ്യാവുന്നതാണ്. അപ്പം അതിന് സപ്പോർട്ടായിട്ട് ഒത്തിരി ആൾക്കാർ ഒരു സംഘം പോലെ, ഒരു സംഘടന പോലെ ഞങ്ങൾ കുറേ പേര് ചേർന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു കഥാമൂല്യം ഒരു സിനിമയാക്കിയെടുക്കാം, അതിൻ്റെ പ്രേക്ഷകരിൽ എത്തേണ്ടത് ഒരു ആവശ്യകതയാണെന്നുള്ള രീതിയിൽ നമുക്കൊരു നിർമ്മാതാവിനെ കിട്ടി. അതും എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാതാപിതാക്കളാണ് അവർ. അങ്ങനെയാണ് ഞങ്ങൾ ആ സിനിമ വൈഡായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ അലൻ എങ്ങനെ ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ ആക്ച്വലി ജോഷേട്ടൻ്റെ കരാട്ടെ ക്ലാസ്സിലുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഷോർട്ട് ഫിലിമെല്ലാം ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ചെറിയ റോൾ എന്തെങ്കിലും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ എല്ലാവരും കൂടി സിനിമ ചെയ്യാറുണ്ട്, അപ്പോൾ വരുന്നോ പറഞ്ഞാൽ വരാം. അപ്പോൾ അങ്ങനെ വരാം. പേടി തോന്നിയായിരുന്നു? ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിലല്ലേ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്ത്? പിന്നെ ജോഷേട്ടനെ നല്ല കുറെ കാലമായിട്ട് അറിയുന്നില്ലേ, അത് അറിയുന്നൊക്കെ ഒരുപാട് പേരായതുകൊണ്ട് ആ ടെൻഷൻ മാറി കിട്ടിയില്ലേ? ഞങ്ങളെ സന്തോഷമായിട്ട് ഞങ്ങളൊരു കുടുംബം, ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ കുടുംബക്കാരെല്ലാവരും കൂടി ഞങ്ങളൊരു പരിപാടി ചെയ്തു. ഇപ്പൊ സ്വന്തം ഇപ്പൊ നമ്മൾ പൊതുവെ സിനിമയും അല്ലെങ്കിൽ ഈ കഥ എഴുതുമ്പോഴൊക്കെ ഒരു നാട് ബേസ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ അവിടുത്തെ വേറെ പുറത്തുനിന്നൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഷ ശരിയാക്കണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ സ്വന്തം നാട്ടിൽ, അതും കണ്ണൂർ പോലത്തെ ഭാഷയ്ക്ക് ആ സ്ലാങ് ഒക്കെ കുറച്ച് ഡിഫറൻസ് ആണല്ലോ. അങ്ങനെ കണ്ണൂർ സ്ലാങ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടേ ഇല്ല. അതെന്ത്? അതൊരു ഈ കഥ ഒരു ഇടവക സമൂഹം അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയൊക്കെയാണ് കഥാപാത്രം, അതുകൊണ്ട് കണ്ണൂർ സ്ലാങ് വന്നിട്ടില്ല. അപ്പൊ നിങ്ങക്ക് പൊതുവെ ശരിക്കും അവിടെ നിങ്ങളുടെ ഏരിയയിലൊന്നും കണ്ണൂർ സ്ലാങ് ഇല്ലേ? ഉണ്ട്. പക്ഷെ സിനിമയ്ക്ക് ആവശ്യം വന്നപ്പോ അത് ഉപയോഗിച്ചു.